ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുളിയിഞ്ചിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പുളിയിഞ്ചി തയ്യാറാക്കിയെടുക്കുന്നത് നമ്മുടെ ഓർക്കാപ്പുളി അഥവാ ഇരുമ്പാമ്പുളി എന്നൊക്കെ പറയുന്ന ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ്. അപ്പോൾ ധാരാളമായിട്ട് ഈ ഒരു ഓർക്കാപ്പുളി ഉണ്ടാകുന്ന സീസണാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതേസമയം നല്ല എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ. അപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഓർക്കാപ്പുളി അഥവാ നമ്മുടെ ഇരുമ്പാമ്പുളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഓർക്കാപ്പുളി എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ നോക്കിയാൽ നമ്മളിവിടെ ഒരു 30 ഓർക്കാപ്പുളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഈ ഒരു 2 സൈഡും ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അത് 4ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മൂത്തിട്ടുള്ള ഓർക്കാപ്പുളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 4ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. നന്നായി ചെറുതായിട്ടുള്ളത് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിക്ക് നമ്മളിത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ കഴുകി തുടച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് മാറ്റിക്കാം. ഇനി നമുക്കിതിലോട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലോട്ട് ഒരു 3 അച്ച് ശർക്കര പൊടിച്ചേക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ശർക്കര പൊടിച്ചിട്ട് അതുപോലെ തന്നെ ചേർക്കാവുന്നതായിട്ട്. ഞാനിപ്പോൾ ഇതിൽ കല്ലും മണ്ണും അഴുക്കുണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കരടോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ നല്ല ഒട്ടും തന്നെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ് എടുക്കുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്കിത് ഇതുപോലെ പൊടിച്ചിട്ട് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അത് ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിലോട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ ഒരു ഓർക്കാപ്പുളി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മളിതിലോട്ട് അരിച്ച് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര നമ്മൾ പൊടിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലാണ് ഞാനൊന്ന് അടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ 3 വിസിലിന് ശേഷം നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ താ നോക്കി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ല പോലെ നമ്മുടെ ഈ ഒരു ഓർക്കാപ്പുളി നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഞാൻ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുക് നല്ല പോലെ പൊട്ടിപ്പൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലോട്ട് 2-3 വറ്റൽമുളകും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി നല്ല പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ചേർത്തതിന് ശേഷം നല്ല പോലെ നമ്മുടെ ഈ ഇഞ്ചി മൂത്ത് വരണം കേട്ടോ. നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയം, അതായത് കരിഞ്ഞു പോകാൻ ചെയ്യരുത്. നല്ല പോലെ ഒന്ന് മൂത്ത് വരാൻ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു ടൈമിലാണ് നമ്മുടെ ഒരു കുക്കറിലുള്ള നമ്മുടെ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് വേണമെങ്കിൽ ചേർക്കാമെന്ന് ഞാൻ ഇവിടെ മുളക് പൊടിയെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയെ ചേർത്തേക്കുന്നത്. കൂടെ തന്നെ അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിനായിട്ട് നമുക്കൊരു ടീസ്പൂണിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയായിരിക്കും. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുകും ഉലുവയും കൂടെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത്, അതൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഒരു 3/4 ടീസ്പൂണും ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല കുറുകി വരും നമ്മുടെ ഈ ഒരു അച്ചാർ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ അച്ചാർ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്